അഹങ്കാരികളെ പറഞ്ഞു വിട്ടിട്ട് പുതിയ നിയമനം നടത്താനാ തീരുമാനം. പിന്നെ ഞങ്ങളെ പറഞ്ഞു വിട്ട പുതിയ ആൾക്കാരെ ഇപ്പൊ തന്നെ വരും. ഭക്ഷണം ഉണ്ടാക്കി അലക്കി തുടച്ചാ മാത്രം പോരല്ലോ, അടി കൊള്ളണം, പച്ചമുളക് തിന്നണം. അതൊക്കെ പിന്നെയും സഹിക്കാം. തന്റെ ശല്യം കൂടി സഹിക്കണ്ടേ? അപ്പൊ കൊറേ പേര് വരും. നീ ഇതുവരെ പോയില്ലേ? ഞാൻ പോവാൻ തുടങ്ങുമായിരുന്നു. പിന്നെന്താ ഇവിടെ? ഇവനോട് യാത്ര പറയാൻ വന്നതാണോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഇവിടെ കയറി ഇറങ്ങി നടക്കരുതെന്ന്. പോ. നിന്നോട് എനിക്കൊന്നും പറയാനില്ല. എടാ, മനുഷ്യനായാൽ നാണം വേണം. അതില്ലെങ്കിൽ ഉള്ളതായിട്ട് അഭിനയിക്കെങ്കിലും വേണം. അത് പോട്ടെ. ഞാനിപ്പോ വന്നത് നിന്നോട് വേറൊരു കാര്യം ചോദിക്കാനാ. സത്യം മാത്രം പറയണം. നീ ഈ ഇടയ്ക്ക് കോടതിയിൽ പോയായിരുന്നു. ആർക്കെങ്കിലും വേണ്ടി വാദിക്കാനോ ജാമ്യമെടുക്കാനോ മറ്റോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സത്യം മാത്രം പറയണം. പോയിരുന്നോ? ഇല്ല, സത്യമായിട്ട് ഞാൻ പോയിട്ടില്ല. ഒരു ശിവദാസനെ നിനക്കറിയോ? അന്ന് അമ്പലത്തിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയ ശിവദാസൻ. എനിക്കറിയില്ല. അയാളെ അന്നാ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത്. ഞാൻ കോടതി പോയിട്ട് കുറെ കാലമായെന്ന് അമ്മയ്ക്ക് അറിയാലോ. പഠിച്ച് നീ LLB എടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു. കാശ് മുടക്കി നിന്നെ പഠിപ്പിച്ചു, പ്രാക്ടീസിന് വിട്ടു. വക്കീൽ വേഷമണിഞ്ഞ് നീ പോയത് കുറെ അപ്പാവിയായ ആളുകളുടെ അടുത്തേക്കാ. അവരുടെ പ്രശ്നങ്ങൾ കേസാക്കി നിന്റെ കഴിവുകൊണ്ട് ആ കേസിലൊക്കെ വിജയിച്ച് നീ പാവങ്ങളെ രക്ഷിച്ചുകൊണ്ട് നടന്നു. മോൻ മിടുക്കൻ വക്കീലാണെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോ ഒരമ്മയുടെ അഭിമാനമല്ല എനിക്ക് തോന്നിയത്. പാവത്തുങ്ങളെ സഹായിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഫീസ് ഒന്നും വാങ്ങാതെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു മോൻ എനിക്കുണ്ടായിപ്പോയല്ലോ എന്നുള്ള മനസ്താപമാ. എന്റെ കണക്ക് പുസ്തകത്തിൽ ഞാൻ എഴുതി വച്ചിട്ടുണ്ട് നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ചിലവാക്കിയ കാശിന്റെ കണക്ക്. ആ ചിലവായ കാശ് 1 രൂപ പോലും തിരികെ ഈ കുടുംബത്തിലേക്ക് എത്തില്ല എന്ന് മനസ്സിലാക്കിയ ദിവസം നീ ഒരു വാക്ക് തന്നായിരുന്നു. ഓർത്തു നോക്ക്.